ഈ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഈ പലസ്തീനിയൻ അംബാസിഡറെ ഇതാ എക്കേജി സെന്ററിൽ വിളിച്ചു വരുത്തി കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിക്കാരെ സംബന്ധിച്ചിടത്തോളം, അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം ഇവർ വിചാരിക്കുന്നു ഹൈന്ദവ വോട്ടുകളൊക്കെ ഞങ്ങളെ പെട്ടിയിലായി. ഹൈന്ദവ വോട്ടുകളെ പെട്ടിയിലായി. വെള്ളാപ്പള്ളി ഉണ്ട്, മറ്റേ കട്ടപ്പനായർ ഉണ്ടല്ലോ. അപ്പൊ വെള്ളാപ്പള്ളിയും കട്ടപ്പനായരും ഉള്ളത് കൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ അടുക്ക് അമൃതാനന്ദമയി ദേവിയെ പോയി കെട്ടിപ്പിടിച്ചു. പണ്ട് സുധാമണി, കടപ്പുറം സുധാമണി എന്നൊക്കെ പറഞ്ഞ് അപഹസിച്ചതാണ്. അപ്പം അമൃതാനന്ദമയിയെ പോയി കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു നമ്മുടെ സജി ചെറിയാൻ. അപ്പൊ ഇവർ വിചാരിക്കുന്നു ഇനി അമൃതാനന്ദമയി ഭക്തന്മാരുടെ വോട്ടുകളും കിട്ടി. അതിന് പുറമെ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു സംഗമം നടത്തുന്നു. മോഹൻലാൽ സംഗമം, ലാൽ സലാം എന്നാണ് പേരിട്ടത് കേട്ടോ. മോഹൻലാലിനെയും ചുവപ്പണിയിക്കുകയാണ്. അപ്പൊ ലാലേട്ടന്റെ ആരാധകരെയും ഞങ്ങൾക്ക്, അവരുടെ വോട്ട് ഞങ്ങൾക്ക്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി പറയുന്ന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കിട്ടാനുള്ള ഇവരുടെ പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഹൈന്ദവരൊന്നും വേണ്ട, ഹൈന്ദവരെ ഓൾറെഡി കിട്ടി. ഹൈന്ദവര് പിന്നെ പൊട്ടന്മാരാണല്ലോ. അവര് നേരത്തെ തന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ അവരുടെ വോട്ടൊക്കെ കൊണ്ട് കിട്ടും. ഇനി നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിതാ ഈ പലസ്തീനിയൻ സംഗമം നടത്താൻ പോകുന്നത്. അവരുടെ ഈ സ്ഥാനപതിയെ എക്കേജി സെന്ററിൽ വിളിച്ചു വരുത്തി ആദരിക്കുന്നത്. 66,055 ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ 66,055 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടതിന് ഏക ഉത്തരവാദി ഹമാസുകാർ മാത്രം. ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊല എന്നൊന്നും പറഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യേണ്ട. ഇസ്രായേൽ അല്ല, ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഇമ്മാതിരി തോന്നിയാസം കാണിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പാണെന്നേ. അല്ല 1400 സാധാരണക്കാരായ മനുഷ്യരെ കൊന്നിട്ട് മിണ്ടാതിരിക്കണം. അതാണോ വേണ്ടത്? തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് 66,000 പേർ മരിച്ചത്. ഇനി 66,000 പേർ മരിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും, സ്വാഭാവികമായും ദുഃഖമുണ്ടാവും. പക്ഷേ ഇതിനേക്കാൾ ആൾക്കാർ എവിടെ മരിക്കുന്നു അറിയോ? ഉക്രൈനിൽ മരിക്കുന്നു. നിങ്ങൾക്ക് എന്തേ കണ്ണീര് വരുന്നില്ലേ? യമനിൽ മരിക്കുന്നു, എന്തേ കണ്ണീര് വരുന്നില്ലേ? നൈജീരിയയിൽ മരിക്കുന്നു, കണ്ണീര് വരുന്നില്ലേ? അവിടെ നിന്നും നിങ്ങൾക്ക് കണ്ണീര് വരില്ല. നിങ്ങൾക്ക് ഗാസ മാത്രമേ ഉള്ളൂ. നടക്കില്ല മക്കളെ, നടക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹൈന്ദവ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടില്ല, മുസ്ലിം വോട്ടുകളും കിട്ടില്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് തൂത്തെറിയാൻ പോകുന്നു. നിങ്ങളുടെ വോട്ട് ഷെയർ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ അന്തം കമ്മികളെയും. വെല്ലാണ്ട് തിളയ്ക്കല്ലേ. ആകെ 1.74% ഇന്ത്യയിൽ നിങ്ങളുടെ വോട്ട് ഷെയർ. ഇനി മിണ്ടാനായില്ല. ആയില്ല. ഇവിടെ അത്യാവശ്യം വോട്ടും അത്യാവശ്യം അധികാരമുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങൾ നോട്ടയാ കേട്ടാ. ഒരു 6 ദിവസം കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ 7 വരും. 2 വർഷം മുമ്പ് 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാർ, ലോകത്തിലെ കൊടും ഭീകരന്മാർ, അവർക്ക് വേണ്ടിയിട്ടാണ് കരയുന്നത്. ഹമാസ് എന്നും പറഞ്ഞ് കരയുന്നത്. ഈ ഹമാസുകാര് ഇസ്രായേൽ കടന്നു ചെന്നിട്ട് കുഞ്ഞു കുട്ടികൾ, സ്ത്രീകൾ, യുവതികളും യുവാക്കളും 1400 പേരെ, 1-2 1400 പേരെ കഴുത്തരിഞ്ഞു കൊന്നു, ബയണറ്റ് കൊണ്ട് കുത്തിക്കൊന്നു, വെടിവെച്ചു കൊന്നു. കൂട്ടക്കൊല. എന്നിട്ട് ആ മൃതദേഹങ്ങൾക്ക് മുമ്പിൽ ചവിട്ടിക്കയറിയിട്ട് ആഹ്ലാദ നൃത്തം നടത്തി. മരിച്ചു കിടക്കുന്നവരെ കൊന്നൊടുക്കിയവരുടെ മുഖത്തേക്ക് തുപ്പി. എന്നിട്ട് അവിടെ നിന്ന് 200-ൽ പരം സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും പിടിച്ചുകൊണ്ടുപോയി. അവരെ ഹമാസുകാർ തടങ്കൽ പാളയത്തിലിട്ട് ബലാത്സംഗം ചെയ്യുകയാണ്. അവരുടെ എണ്ണം ഇപ്പൊ ആകെ 50 ഉള്ളൂ. കുറച്ചുപേരെ കൈമാറി. അതിനുശേഷം കുറെ ആൾക്കാർ മരിച്ചുപോയി, പീഡനം സഹിക്കാൻ വയ്യാതെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ക്രൂരത, ഏറ്റവും വലിയ ഭീകരത നമുക്കറിയാലോ. നമ്മുടെ പഹൽഗാമില് 26 പേരെ ഇസ്ലാമിക ഭീകരന്മാർ മതം നോക്കി, ഉടുമുണ്ട് പൊന്തിച്ചു നോക്കി, പാന്റിന്റെ സിബഴിച്ചു നോക്കി, ഇവൻ അറ്റം ചെത്താത്തവനാണ് എന്തുകൊണ്ട് അവന്റെ മാറിലേക്ക് നിറയൊഴിച്ചു വന്ന 26 പേരെ കൊന്ന കൂട്ടക്കൊലയുടെ ആ നടുക്കം നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അല്ലെ? 26 പേർ. ഇസ്രായേലിൽ 1400 പേർ. ഓർക്കണം നിങ്ങൾ, 1400 പേർ. സാധാരണ നമ്മൾ യുദ്ധം നടത്തുമ്പോൾ ഈ ഭീകര ക്യാമ്പുകൾ അല്ലെങ്കിൽ സൈനിക ക്യാമ്പുകളൊക്കെയാണ് ആക്രമിക്കുക. ഇതല്ല, ഇത് സിവിലിയന്മാരെ, സാധാരണ ജനങ്ങളെ
ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ച കൊടും ഭീകരന്മാർ ഹമാസ്. ഈ ഹമാസിന് വേണ്ടിയിട്ടാണ് ഈ പത്രം മാത്രമല്ല, ഇനി ഇത് നടക്കാൻ പോകുന്നു. പലസ്തീൻ, പേര് പലസ്തീൻ എന്നാണ്. പലസ്തീൻ എന്ന് പറയുന്ന സംഘം, പലസ്തീൻ എന്ന് പറഞ്ഞ ഹമാസ് ആണ്. പലസ്തീൻ ഈസ് ഈക്വൽ ടു ഹമാസ്. അവിടെ ഹമാസിനാണ് മേൽക്കൈ, ഹമാസ് ആണ് ഭരണം നടത്തുന്നത്. പലസ്തീൻ എന്ന് പറയുന്നത് ഒരു പാവ സർക്കാർ മാത്രമാണ്. അവിടെ ഭരണം നടത്തുന്നത് ഹമാസ് ആണ്. ആ ഹമാസിനെയാണ്, കൊടും ക്രൂരന്മാരെയാണ് നെതന്യാഹു വകവരുത്തിക്കൊണ്ടിരിക്കുന്നത്, തുടച്ചു നീക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ ഏറ്റവും പുതിയ വാർത്ത. ട്രംപിന്റെ നേതൃത്വത്തിൽ, ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ കരാർ ഇതാ. ഹമാസ് മാത്രം അതിനോട് യോജിച്ചിട്ടില്ല, ഹമാസ് പരിശോധിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ലോകത്തെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ മിക്കവാറും രാജ്യങ്ങളെല്ലാം ഇതിനോട് അനുകൂലിച്ചു കഴിഞ്ഞു. നെതന്യാഹു ഒക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ ഗാസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് രൂപീകരിക്കാൻ പോകുന്നത്. ഹമാസിനെ പൂർണ്ണമായും നിരായുധരാക്കുന്ന ഒരു പരിപാടി. ഹമാസ് അത് അംഗീകരിക്കുമോ എന്ന് ലോകം കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഈ പലസ്തീനിയൻ അംബാസിഡറെ ഇതാ AKG സെന്ററിൽ വിളിച്ചു വരുത്തി കെട്ടിപ്പിടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിക്കാരെ സംബന്ധിച്ചിടത്തോളം, അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം ഇവർ വിചാരിക്കുന്നു ഹൈന്ദവ വോട്ടുകളൊക്കെ ഞങ്ങൾ പെട്ടിയിലായി. ഹൈന്ദവ വോട്ടുകളെ പെട്ടിയിലായി. വെള്ളാപ്പള്ളി ഉണ്ട്, മറ്റേ കട്ടപ്പനായരും ഉണ്ടല്ലോ. അപ്പൊ വെള്ളാപ്പള്ളിയും കട്ടപ്പനായരും ഉള്ളത് കൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ ഇടക്ക് അമൃതാനന്ദമയി ദേവിയെ പോയി കെട്ടിപ്പിടിച്ചു. പണ്ട് കടപ്പുറം സുധാമണി എന്നൊക്കെ പറഞ്ഞ് അപഹസിച്ചതാണ്. അപ്പം അമൃതാനന്ദമയിയെ പോയി കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു നമ്മുടെ സജി ചെറിയാൻ. അപ്പൊ ഇവർ വിചാരിക്കുന്നു ഇനി അമൃതാനന്ദമയി ഭക്തന്മാരുടെ വോട്ടുകളും കിട്ടി. അതിന് പുറമെ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു സംഗമം നടത്തുന്നു. മോഹൻലാൽ സംഗമം, ലാൽ സലാം എന്നാണ് പേരിട്ടത് കേട്ടോ. മോഹൻലാലിനെയും ചുവപ്പണിയിക്കുകയാണ്. അപ്പൊ ലാലേട്ടന്റെ ആരാധകരെയും ഞങ്ങൾക്ക്, അവരുടെ വോട്ട് ഞങ്ങൾക്ക്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി പറയുന്ന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കിട്ടാനുള്ള ഇവരുടെ പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഹൈന്ദവരൊന്നും വേണ്ട, ഹൈന്ദവരെ ഓൾറെഡി കിട്ടി. ഹൈന്ദവര് പിന്നെ പൊട്ടന്മാരാണല്ലോ. അവര് നേരത്തെ തന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ അവരുടെ വോട്ടൊക്കെ അങ്ങോട്ട് കിട്ടും. ഇനി നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിതാ ഈ പലസ്തീനിയൻ സംഗമം നടത്താൻ പോകുന്നത്. അവരുടെ ഈ സ്ഥാനപതിയെ AKG സെന്ററിൽ വിളിച്ചു വരുത്തി ആദരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വാർത്ത എങ്ങനെ കൊടുത്തു അറിയോ? പലസ്തീനെ അംഗീകരിക്കാതെ സമാധാന പദ്ധതി. അതായത് ഹമാസിന് വേണ്ടിയിട്ട്, ഇതൊരു ഹമാസുകാരുടെ പത്രമാണെന്ന് തോന്നുന്നു. ഹമാസിന്റെ പത്രം പോലും ഇങ്ങനെ എഴുതിയിട്ടോ. ഒന്ന് ആലോചിച്ച് കേട്ട് ഇതിന്റെ ഒരു അതോതി. ഞാനിത് കൈയോട് തൊടാൻ ഉറപ്പാണ്. പക്ഷെ ഇത് നിങ്ങൾ കാണിച്ചു തരാത്ത നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൈ മറ്റേ ഡെറ്റോൾ ഇട്ടിട്ട് കഴുകണം. എന്നാലേ ഈ മറ്റേ കീടാണു പോകുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ വൈറസ് പോകുള്ളൂ. ഇതാ അടിച്ചേൽപ്പിക്കാൻ ഭീഷണി എന്നൊക്കെയാണ് തലക്കെട്ട്. അടിച്ചേൽപ്പിക്കാൻ, അതായത് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വെർഷനാണ്. അതായത് ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് 3-4 ദിവസം നൽകുമെന്നും അത് കഴിഞ്ഞാൽ ദുഃഖകരമായ പര്യവസാനമായിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അപ്പൊ ഡൊണാൾഡ് ട്രംപ് ഭീഷണി നടത്തുന്നു. ഇയാള് ഭയങ്കര എന്താ പറയാ, കലാപകാരിയാണ്, അല്ലെങ്കിൽ ഭീകരനാണ്. പക്ഷെ ഹമാസ് പാവം കൊച്ചു കുഞ്ഞുങ്ങൾ, മലപ്പാല് കുടിക്കുന്ന ശിശുക്കൾ, 1400 പേരെ കൂട്ടക്കൊല നടത്തിയ കിരാതന്മാർ, കൊടും ഭീകരന്മാരെയാണ് ദേശാഭിമാനി എന്ത് ചെയ്യുന്നത്? പാലൂട്ടുന്നത്. പിന്നെ പറയാണ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലും കരാർ അംഗീകരിച്ചു എന്നും ഹമാസിനായി കാത്തു നിൽക്കുകയാണ് എന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ പറഞ്ഞു. ട്രംപ് പറഞ്ഞു മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇത് ഏറെക്കുറെ എല്ലാ കരാറും 100% അംഗീകരിക്കണമെന്നില്ലല്ലോ. ഏതാണ്ട് 99% രാജ്യങ്ങളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിക്കുകയാണ് എന്നും വിലയിരുത്തലിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നും ഖത്തർ വിദേശ മന്ത്രാലയം അറിയിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ നിർവീര്യമാക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ് നിർദ്ദേശം. അപ്പൊ ഈ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബന്ദികളെ കൈമാറണം. അതാണ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം കയ്യിലുള്ള ഈ 50 ബന്ദികളെ കൈമാറണം. അതിങ്ങനെ ഒരാളെ 2 ആളെ അത് കഴിഞ്ഞിട്ട് കാലങ്ങൾക്ക് ശേഷം കൈമാറിയ പോരാ, 50 പേരെ ഒന്നിച്ച് കൈമാറണം. അത് കഴിഞ്ഞിട്ട് ഈ വെടിനിർത്തൽ എന്തായാലും വെടിനിർത്തും. അത് കഴിഞ്ഞിട്ട് സൈന്യത്തെ, ഈ നമ്മുടെ ഇസ്രായേലിലെ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കും. അതുവരെ ഇതിന്റെ നിയന്ത്രണം, ഗാസയുടെ നിയന്ത്രണം ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിന്, ഒരു അന്താരാഷ്ട്ര ബോഡിക്കായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ വരുന്നത്. അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തർ അംഗീകരിച്ചു, ഈജിപ്ത് അംഗീകരിച്ചു, അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു. അംഗീകരിക്കാത്തത് ആരാണ്? ഇവിടുത്തെ സുഡാപ്പികളും ഇവിടത്തെ കമ്മികളുമാണ്. കാരണം അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഗാസയിലെ കുട്ടികളോടുള്ള താല്പര്യമൊന്നുമല്ല. അവർക്ക് ആവശ്യം എന്താണ്? അവരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ, ഹമാസിന് വേണ്ടി ജയ് വിളിക്കുമ്പോൾ ഇവിടുന്ന്
കുറെ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ കിട്ടും. എന്റെ അന്തം കമ്മികളെ, നിങ്ങൾക്ക് വിവരമില്ല. പക്ഷെ ഇവിടത്തെ മുസ്ലിം വിഭാഗത്തിന് വിവരമുണ്ട്. അവർ പഴയ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവരൊക്കെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കയറി ഇറങ്ങുന്നവരാണ്. അവർക്ക് യാഥാർത്ഥ്യം അറിയാം. അത്രയും അന്തംസായ ഈ മുസ്ലിം തീവ്ര മനസ്സുള്ള മുസ്ലിം വിഭാഗക്കാരുടെ എണ്ണൊക്കെ വളരെ കുറവാണ്. നിങ്ങളെ മാതിരി തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് ചൊറിച്ചില് നിർത്തുക, അതാണ് പറയാനുള്ളത്. അപ്പൊ തൽക്കാലം ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും പ്രധാനം. ഹമാസ്, മലയാള മനോരമയുടെ ആ വാർത്ത എങ്ങനെയാണെന്നറിയോ? ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വ്യാപക പിന്തുണ എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. ഗാസ, ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വ്യാപക പിന്തുണ. ഇനി ഹമാസ് പറയണം. ഹമാസ് മാത്രമേ ഇനി പറയാനുള്ളൂ. ഈ കരാറ് അംഗീകരിക്കണം വേണ്ടേ? ട്രംപ് പറയുന്നു അംഗീകരിച്ചില്ല എങ്കിൽ ഇനി ഞങ്ങൾ വെടിപ്പാക്കി തരാം. പദ്ധതി അംഗീകരിക്കാനുള്ളത് ഹമാസ് മാത്രം. ദേശാഭിമാനിക്കാർ മനസ്സിലാക്കാൻ, പദ്ധതി അംഗീകരിക്കാനുള്ളത് ഹമാസ് മാത്രം. ഇസ്രയേലും അറബ് നേതാക്കളും അംഗീകരിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയിൽ ഇനി അറിയാനുള്ളത് ഹമാസിന്റെ അഭിപ്രായം മാത്രം. അവർ കൂടി അംഗീകരിച്ചാൽ 2 വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനമാകും. 3-4 ദിവസത്തിനകം മറുപടി നൽകിയില്ല എങ്കിൽ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനും തുടർന്ന് 72 മണിക്കൂറിനകം എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കാനും വ്യവസ്ഥ വെക്കുന്നതാണ് പദ്ധതി. ഇസ്രയേലും പലസ്തീൻ അതോറിറ്റിയും സൗദി, ജോർദാൻ, UAE, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ AKG സെന്ററും MA ബേബിയും ബേബി സഖാവും പിണറായി സർക്കാരും ഒന്നും അംഗീകരിച്ചിട്ട് അവര് ആരുടെ കൂടെയാണ്? ഹമാസിന്റെ കൂടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളും സ്വാഗതം ചെയ്തു. റഷ്യയും ചൈനയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നീ ചിലപ്പം PB ചേർന്നട്ടെ. പക്ഷെ അവര് തീരുമാനിച്ചിരുന്ന കാര്യമില്ലെന്ന്. നമുക്ക് വോട്ട് കിട്ടണമെങ്കിൽ ഹമാസ് വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അന്തം കമ്മികൾ. പദ്ധതി ഹമാസ് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇത് അംഗീകരിക്കാൻ വലിയ സമ്മർദ്ദമാണ് ഹമാസിന്മേലുള്ളത്. എന്നാൽ സമാധാന പദ്ധതി പൂർണ്ണമായും ഇസ്രയേലിന് അനുകൂലമാണ് എന്നും വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നടക്കാത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്നും ഹമാസിന് പരാതിയുള്ളതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഹമാസുകാർ ഇത് അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അതാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആയുധം ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശം നേരത്തെ പലതവണ ഹമാസ് തള്ളിയതാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഹമാസിന് വെടിപൊട്ടിക്കാതെ ഈ ചോരയിൽ കുളിക്കാതെ ഹമാസിന് നിലനിൽപ്പില്ല. ഹമാസിന്റെ പ്രത്യയശാസ്ത്രം അതാണ്. അതായത് ഇസ്ലാം വിരുദ്ധരായ, മുസ്ലിം വിരുദ്ധരായ ആൾക്കാരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ അജണ്ട. അതുകൊണ്ട് ഹമാസ് ഇത് പാലിക്കുമോ അല്ലെങ്കിൽ ഇതിന് വിധേയമാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ തിങ്കളാഴ്ച നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. 66,055 ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ 66,055 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടതിന് ഏക ഉത്തരവാദി ഹമാസുകാർ മാത്രം. ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊല എന്നൊന്നും പറഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യേണ്ട. ഇസ്രായേൽ അല്ല, ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഇമ്മാതിരി തോന്നിയാസം കാണിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പാണെന്നേ. അല്ല 1400 സാധാരണക്കാരായ മനുഷ്യരെ കൊന്നിട്ട് മിണ്ടാതിരിക്കണം. അതാണോ വേണ്ടത്? തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് 66,000 പേർ മരിച്ചത്. ഇനി 66,000 പേർ മരിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും, സ്വാഭാവികമായും ദുഃഖമുണ്ടാവും. പക്ഷെ ഇതിനേക്കാൾ ആൾക്കാർ എവിടെ മരിക്കുന്നു അറിയോ? ഉക്രൈനിൽ മരിക്കുന്നു. നിങ്ങൾക്ക് എന്തേ കണ്ണീര് വരുന്നില്ലേ? യമനിൽ മരിക്കുന്നു, എന്തേ കണ്ണീര് വരുന്നില്ലേ? നൈജീരിയയിൽ മരിക്കുന്നു, കണ്ണീര് വരുന്നില്ലേ? അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് കണ്ണീര് വരില്ല. നിങ്ങൾക്ക് ഗാസ മാത്രമേ ഉള്ളൂ. നടക്കില്ല മക്കളെ, നടക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹൈന്ദവ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടില്ല, മുസ്ലിം വോട്ടുകളും കിട്ടില്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് തൂത്തെറിയാൻ പോകും. നിങ്ങളുടെ വോട്ട് ഷെയർ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ അന്തം കമ്മികളെയും. വെല്ലാണ്ട് തളയ്ക്കല്ലേ. ആകെ 1.74% ഇന്ത്യയിൽ നിങ്ങളുടെ വോട്ട് ഷെയർ. ഇനി മിണ്ടാനായില്ല. ഇവിടെ അത്യാവശ്യം വോട്ടും അത്യാവശ്യം അധികാരമൊക്കെ ഉള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ നോട്ടയാ കേട്ടാ.
അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാനവമി ആശംസകൾ അറിയിക്കുകയാണ്, വിജയദശമി ആശംസകൾ അറിയിക്കുകയാണ്, നവരാത്രി ആശംസകൾ അറിയിക്കുകയാണ്. ദേശാഭിമാനിക്കാർക്ക് ചൊറിഞ്ഞാലും നമ്മൾ ചൊറിയാൻ നിൽക്കരുത്. അത്രമാത്രം. നന്ദി, നമസ്കാരം.